സാറേ, ഉദയനിധി സ്റ്റാലിൻ, കരുണാനിധി, MK സ്റ്റാലിൻ, അടുത്തത് ഉദയനിധി സ്റ്റാലിൻ, അദ്ദേഹമാണ് അടുത്തത് എൻ്റെ പിൻഗാമിത എന്ന് MK സ്റ്റാലിൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഉദയനിധിയാണോ അടുത്ത DMKയുടെ ആയിരിക്കുമല്ലോ. അതിനൊക്കെ മറ്റേ മരിച്ച കേവനുണ്ടല്ലോ കരുണാനിധി, അയാൾ അതിനുള്ള പണി ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇയാളുടെ സഹോദരിയുടെ മക്കള് കുഴപ്പമില്ലാത്തവന്മാരായിരുന്നു. അഴിമതിയൊക്കെ ഉണ്ട്. അഴിമതി പിന്നെ അവിടെ പറഞ്ഞതാണല്ലോ. ഉദയനിധി എന്താണ് പിന്നെ വേറെ മാരുണ്ടല്ലോ, മുരശ്ശലിമാരൻ, ദയാനിധിമാരനൊക്കെ ബഹുമാനം മൊത്തം ഒതുക്കി കളഞ്ഞു. ഇമാർ കേന്ദ്രത്തിൽ വകുപ്പ് കൊടുത്ത് അഴിമതിയെ കടത്തി അമാർക്കൊരു ഇമേജും ഇല്ല. എന്നിട്ട് അത് സ്വന്തം കുടുംബത്തിൽ വരെ ഒതുക്കി നടത്തി. അത് കഴിഞ്ഞിട്ട് ഈ ഏതൊരു പ്രാന്തം മോനുണ്ട്, മധുരയിലെ MP ആയിരുന്നു, അഴഗിരി, MK അഴഗിരി. അഴഗിരിനെ വേറെ രീതിയിൽ ഒതുക്കി. ഈ കനിമൊഴിനോട് ഇഷ്ടം പോലെ ഉണ്ടാക്കി വന്നത് അവളെ മറ്റേ കേസ് പോയി തലവെച്ച് കൊടുത്ത് ഏത് 2G. അപ്പം സ്റ്റാലിനിലേക്ക് എത്തിക്കുകയായിരുന്നു ഇയാൾ. സ്റ്റാലിൻ വന്ന സമയത്ത് സ്റ്റാലിന് ഈ പറയുന്നത് തന്നെ മതി, സ്റ്റാലിൻ അത് മകനിലേക്ക് എത്തിക്കാനുള്ള എല്ലാ വഴിയും എടുത്ത്. അതുകൊണ്ട് മോനെ മുഖ്യമന്ത്രിയുടെ മകനായിട്ട് സിനിമയൊക്കെ എടുത്ത്. അതാണ് മറ്റേ ആ പടം, എവിടോ ഫഹദ് ഫാസിൽ വില്ലനായിട്ട് അഭിനയിച്ച സിനിമ, ആ സിനിമ. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകനെന്ന് മുഖ്യമന്ത്രി മകൻ പിന്നെ മുഖ്യമന്ത്രിയാണല്ലോ അടുത്തത്. ഇവന് വലിയ വീര ദളിത് പരിവേശമൊക്കെ. അതായത് ഇവർ പ്രതിനിധാനം ചെയ്യുന്ന OBC-ക്കാരാണ് അവിടെ ദളിതരെ കൂട്ടക്കൊല ചെയ്യുന്നത്, ഗ്രാമങ്ങൾ തുടച്ചു നിൽക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ഈ ദേവന്മാരുടെ കൂട്ടത്തിന് കൗണ്ടർമാരുടെ കൂട്ടത്തിൽ വല്ല പെൺപിള്ളേരെ പ്രേമിച്ചാൽ നോക്കിയാലൊക്കെ പച്ചയ്ക്കാണ് കുത്തിക്കൊല്ലുന്നത്. എന്നിട്ട് അത് കേരളത്തിൽ ജാതി വാലുണ്ട്, നിങ്ങളൊന്നും മാറി. നമ്മളിവിടെ വളരെ അപൂർവമായിട്ടാണ് ഏതെങ്കിലും ഈ ജാതിയുടെ പേരിലുള്ള ഈ വളരെ അപൂർവം ഒന്ന് അടുത്ത, അതും അടുത്ത കാലത്താണ്. നമ്മൾ കുറച്ച് വീരം വെച്ചതിന് ശേഷമാണ് ഇവന്മാരൊക്കെ സിനിമ കൂടുതൽ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതിനൊന്ന് കൊയിലാണ്ടി അടുത്തുണ്ടായി, ഒന്ന് കെവിൻ്റെ രക്ഷപ്പെട്ടു, പിന്നെ അങ്ങനെ 3 വിഷയം, പിന്നെ ഒരു MLA-യുടെ വിഷയം, അങ്ങനെ 3 വിഷയമാണ് നമ്മളവിടെ പൊതുവേ ഉള്ളത്. അവിടെ അതല്ല കൊന്നുകൾ ഇത് വർഷം ഒരു കേസങ്ങൾ നമ്മൾ കാണുന്നത്. എന്നിട്ട് മലയാളികൾ നായരെന്ന് വെച്ചു, നമ്പ്യാരെന്ന് വെച്ചു, ഭഗവതി തിരുവോത്ത് അതുകൊണ്ട് പേടിച്ച് പേര് മാറ്റി കളഞ്ഞു. ഏതോ ചർച്ചയിൽ പോയാലും അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആരോ അമ്പൂരെന്ന് എന്ത് വെച്ചാലും പ്രശ്നമല്ല, നിങ്ങൾ ഉള്ളിൽ നിന്ന് ജാതി എടുത്ത് മാറ്റിയാൽ മതി, ഉള്ളിൽ നിന്ന് ഇതങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. അത് ചെയ്യില്ലല്ലോ. ഉള്ളിൽ ഇത് വളരെ സ്ട്രോങ് ആണ്, പുഴുത്ത് കിടക്കാണ്, തുരുമ്പിച്ചത്. ഇത് വലിയ ദ്രാവിഡവാദം, മറ്റേത് മറിച്ചത്, ആൻറ്റി മോഡി, ആൻറ്റി കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇവന്മാരാണ് ഏറ്റവും ദുഷിച്ച് കിടക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ തമിഴ്നാട്ടിൽ ഈ പാവപ്പെട്ട ദളിതനെ കൊല്ലുന്നത് ഇവർക്ക് ആദ്യ ദ്രാവിഡം എന്നാണ് ഇവർ വിളിക്കുക. കൊല്ലുന്നത് ബ്രാഹ്മണരെ, അയ്യങ്കാൾമാരെ നിങ്ങൾ വിചാരിച്ചത്, അന്യനാണ് വിചാരിച്ചത്? അല്ല, കൊല്ലുന്നത് ഇവരാണ്. ദേവന്മാർ, കൗണ്ടർമാർ, അവിടുത്തെ OBC വിഭാഗം, അവരാണ് ഇവന്മാരെ ബേസ്. OBC അല്ലെങ്കിൽ അവിടെയുള്ള ലോക്കൽ അതിലുള്ള തമിഴന്മാർ, സോക്കോൾ ദ്രവീഡിയൻസ്. അപ്പോൾ ചെറുക്കനെ കൊണ്ടുവച്ചിട്ട് അവിടുത്തെ ദളിത് അപ്രൈസിങ്ങിൻ്റെ ആളായി മാറ്റി സിനിമ എടുത്ത്. അവനെ കൊണ്ട് ഇവിടുത്തെ അകല പ്രശ്നത്തിന് കാണാൻ സനാതന ധർമ്മമെന്ന് വരുത്തി എന്ന് തോന്നുന്നു. സത്യത്തിൽ 2 കല്യാണം കഴിച്ച് ഇവൻ്റെ വലിയ മറ്റേ ദേവനുണ്ടല്ലോ, മരിച്ചുപോയി കരുണാനിധി, അങ്ങേർക്ക് ഇവിടെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്ന ഇവിടെ സനാതന ധർമ്മമുള്ള. നമ്മളിവിടെ ഈ ജൂഡോ ക്രിസ്ത്യൻ ട്രഡീഷൻ അനുസരിച്ച് ഒരു ഭാര്യ അല്ലെങ്കിൽ പിന്നെ ഒന്ന് കല്യാണം കഴിച്ചാൽ മോശമാണ് എന്നുള്ള ധാരണയുള്ള ആളുകളൊന്നല്ല. നമ്മളിതൊക്കെ വളരെ ഓപ്പണായിട്ട് ചർച്ച ചെയ്തിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അതെല്ലാം സനാതന ധർമ്മത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പിന്നെ എന്നിട്ട് സനാതന ധർമ്മത്തെ കുറ്റം അങ്ങനെ പോയിട്ട് വലിയച്ഛൻ ആദ്യം പോയി കളക്ട് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ സനാതന ധർമ്മത്തെ കുറ്റം. പിന്നെ അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് ഏൽക്കുന്നില്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശം എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഈ പറയുന്നതിൻ്റെ മാതിരി ഹിന്ദുക്കളെ ഉത്തരേന്ത്യന ബേസിക്കലി ഹിന്ദു ആണല്ല. ഇപ്പം പറയുന്നത് ഞാൻ ഹിന്ദു അല്ല, വിജയനെ പോലെ പറയണം ഞാൻ ജോസഫ് വിജയാണ് എന്ന് പറയും. അതല്ലാതെ കിടന്ന് അവിടെ നിന്ന് അരച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈ ചെറുക്കനടുത്ത് എന്താ വിജയിച്ചുള്ളത്? സിനിമയിൽ ഇവനൊന്നും ആയിട്ടില്ല. അച്ഛനും പ്രൊഡ്യൂസറാണല്ലോ. അല്ല, അവൻ സിനിമയിൽ അഭിനയിച്ചല്ലോ ഒരുപാട്. പ്രൊഡ്യൂസർ എന്നല്ല, ഇപ്പം വിജയിൻ്റെ അച്ഛൻ ഡയറക്ടർ. അവിടെയുള്ള എല്ലാം ഇപ്പം നെപ്പോ കിഡ്സാണ്. വിജയുടെ അച്ഛനാണ്, ധനുഷാണെങ്കിലും ഇതൊക്കെ നെപ്പോ കിഡ്സാണ് അവിടെ ഉള്ളത്. സംവിധായകരാണ്, ഡയറക്ടേഴ്സ് ആണെങ്കിലൊക്കെ. ഇവനവിടെ ഒരു സൂപ്പർ സ്റ്റാറുള്ള സാധനം ഉണ്ടല്ലോ, സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. പിന്നെ മുത്തശ്ശൻ വലിയ റൈറ്ററായിരുന്നു, അച്ഛനാണെങ്കിൽ സിനിമ ഇൻഡസ്ട്രി കൈകാര്യം ചെയ്യുന്നവനാണ്. ഇതിൻ്റെ ഇവന് ചാനലുണ്ട്. ഇവനെ അവിടുത്തെ ബാലകൃഷ്ണൻ ആയിക്കൂടായിരുന്നു. എന്താ ആകത്ത് ബാലകൃഷ്ണൻ? അല്ല, ബാലകൃഷ്ണനെങ്കിലും ആവാലോ. അപ്പോൾ ഇവന് ആ മേഖല വലിയ പരാജയമാണ്. പ്രൊഡ്യൂസർ മറ്റുള്ളവരെ ഇതുകൊണ്ട് പടം ഓടിപ്പോകുന്നത്. ഈ മറ്റേ പടം തന്നെ ഓടിയത് അങ്ങനെ ഫഹദ് ഫാസിൽ സവർണരെ ഞങ്ങളിങ്ങനെയാണെന്ന് സവർണരെ കൊണ്ട് പറയിപ്പിച്ച് നെഗറ്റീവ്. പിന്നെ മറ്റേ നമ്മുടെ വടിവേലിൻ്റെ ഒടുക്കത്തെ പെർഫോമൻസ്. അതുകൊണ്ടാണ് ആ സിനിമ, അങ്ങനെ നല്ല ഡയറക്ടർ, അതുകൊണ്ടാണ് സിനിമ ഓടിയത്. അപ്പോൾ അവിടെ പരാജയമാണ്.
അത് രാഷ്ട്രീയത്തിലാണെങ്കിൽ ആദ്യം സനാതനാകുമ്പോൾ എന്താ പിന്നെ വല്ലതും അറിയോ, പിന്നെ അത് മാറ്റിപ്പോൾ എന്നാൽ വലിയ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് തെറ്റായി, പക്ഷേ ഇതെൻ്റെ കൺവിക്ഷനാണ്. അപ്പം എന്താ പറയുക, എന്നോട് തെറ്റിപ്പോയി, ഞാൻ അങ്ങനല്ല, ഇതും അതല്ല, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് എന്ന്. അപ്പോൾ ഇത് ബേസിക്കലി സംഭവിക്കാൻ പിന്നെ പുരോഗമന ചിന്താഗതിക്കാർക്ക് കുടുംബവാഴ്ചയാവാം എന്നാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. സത്യത്തിൽ ഇവിടെ കുടുംബവാഴ്ച ഏറ്റവും കുറവുള്ള പാർട്ടി ബി ജെ പിക്കാരാണ്. ബി ജെ പിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ചുരുക്കം ആളുകളായിരുന്നു. പക്ഷേ ആളുകളിപ്പം MLA-മാരൊക്കെ ആയിട്ട് പുതിയ പയ്യന്മാർ വരാനുള്ള ശ്രമം കൊണ്ട് RSS തോൽപ്പിച്ചത്. ഇതൊക്കെയാണ് നമ്മൾ RSSയുടെ ബഹുമാനം തോന്നുന്നത്. ഈ BJP കോൺഗ്രസ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈൻറ്റഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയായി ജയിപ്പിക്കുക, ഇങ്ങനെ അധികാരം കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇപ്പണി തുടങ്ങിയത് മക്കൾ ഭരണം. RSS പണ്ടേ ഈ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിനെതിരാണ്. അപ്പോൾ മക്കൾ ഭരണം ഇതെല്ലാം കൂടി കൊണ്ട് ഇതാണ് വലിപ്പിച്ചത്. ഇങ്ങനെയുള്ള ആളുകൾ നോക്കിയാണ് വലിപ്പിച്ചത്. ബാക്കി എല്ലാ പാർട്ടികളും ഈ പറയുന്ന മക്കൾ ഭരണമാണല്ലോ. അവിടെ CPM ആണ് ഭേദം. CPI ഒക്കെ ഓൾറെഡി മക്കളാണ്, നോക്കിയാൽ മതി. CPM മാത്രമാണ് അങ്ങനെ അല്ലാത്തത്. CPM-ൽ പക്ഷേ ഇപ്പം മക്കൾ ഇഷ്ടംപോലെ കടന്നു വരുന്നുണ്ട് SFI DYFI രംഗത്തൂടെ. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇനി വിപ്ലവ സ്വഭാവം ഡൈല്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികത സംഭവിക്കും. അപ്പം എല്ലാ അർത്ഥത്തിനും പരാജയപ്പെട്ട ഒരാൾ. പിന്നെ ഈ നിങ്ങൾ വലിയ ആദർശം വന്നിട്ട് പിന്നെ മക്കളുടെ രാഷ്ട്രീയത്തിൽ എന്താണ് അയഗിരിക്കല്ല ഈ ചെറുക്കന് ഉദയനിധിക്ക് പിന്നെ ഇത്രയും ആളുകളുടെ മുഖ്യമന്ത്രിയായുള്ള യോഗ്യത അത് കരുണാനിധിയുടെ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായില്ലേ? ആ ഒരു ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് കൊണ്ട് മാത്രമാണ്. പിന്നെ നിങ്ങൾ പിന്നെ അപ്പം ഓക്കെ, ഇപ്പം രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ കോൺഗ്രസ് ചിഹ്ന ഭിന്നമായിപ്പോൾ, കുടുംബത്തിൽ ഒരാളില്ലെങ്കിൽ അതിൽ അപ്പം പക്ഷേ അന്ന് നിങ്ങളിത് കുടുംബഭരണം എന്ന് എതിർത്ത ആളുകളല്ലേ. അപ്പം നിങ്ങൾ ആ വഴിക്ക് പോകാൻ പാടില്ല. നിങ്ങൾ അതാണ് ഉദ്ദേശം. ഇപ്പം ഞങ്ങളല്ലെങ്കിൽ ഇത് അടിച്ച് പിരിയുമെന്നാണെങ്കിൽ ഇപ്പം അങ്ങനെ ഇല്ലാത്ത സംഭവം ഉണ്ടായിരുന്നു. സത്യത്തിൽ നിങ്ങൾ നോക്കി ശിവസേന ബാൽ താക്കറെ പൊളിറ്റിക്സിൽ ഇടപെടാതെ നിന്നപ്പോഴാണ് അത് വലിയ പ്രസ്ഥാനമായി മാറിയത്. ചെറുക്കൻ കൊണ്ടുവച്ച് തല വെച്ച് കൊടുത്ത് കോൺഗ്രസ് വന്നിട്ട് ഇപ്പോൾ ഉദ്ധവിൻ്റെ സ്ഥിതി എന്താ? അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. ഒന്നെങ്കിൽ ബാൽ താക്കറെ അല്ലെ പാണക്കാട് തങ്ങന്മാർ നോക്കുക, അവർക്ക് എന്താ കിട്ടാത്തത്? വേണോ ഉപമുഖ്യ എന്ത് സ്ഥാനം കിട്ടും? അവരെടുക്കുമോ? എടുക്കുകയില്ല. പാണക്കാട് തങ്ങൾ നിയമസഭയുടെ ഉപമുഖ്യ സ്ഥാനം കൊടുക്കും, അത് പിന്നെ ആരും വലിയ എതിർപ്പൊന്നും വരില്ല. പക്ഷെ അവർ എടുക്കില്ല. അത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ആളുകളെ വളർത്തിക്കൊണ്ടുവരും അധികാര രംഗത്തേക്ക്. അവർ പാർട്ടിയുടെ ആത്മീയ നേതൃത്വം പൊളിറ്റിക്കൽ ലീഡർഷിപ്പായിട്ട് അങ്ങ് നിൽക്കും. അങ്ങനെ നിൽക്കണം. ഇതല്ല എല്ലാം വേണമെന്ന് വിചാരിച്ച് നടക്കരുത്. ഇത് അവിടെയുള്ള പുതിയ ആളുകൾ അംഗീകരിക്കും നിങ്ങൾ വരുന്നത്. അവിടെ പുതിയൊരു ദ്രവീഡിയൻ മൂവ്മെൻറ്റ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുഖമായിട്ട് വിജയ് വരും. അങ്ങോട്ടാണ് കാര്യങ്ങൾ. വിജയും ഉദയനിധിയും തമ്മിലായിരിക്കും ഇനി. വിജയ് ഉദയനിധി നമ്മൾ ഈ സിനിമയിൽ നടന്നിട്ട് നമ്മളുണ്ടല്ലോ, വിജയ് ആരായി? വിജയ് അടുത്ത രജനീകാന്തായി. ഇവനൊന്നും ആയില്ല. ഇതന്നെ അല്ല, ഞാൻ പൊളിറ്റിക്സിലെ കാര്യം ചോദിച്ചു. അല്ല, അങ്ങോട്ട് തന്നെ സിനിമയിലാണല്ലോ തുടങ്ങിയത് വരാൻ പറ്റും. അതിപ്പോൾ എന്തായി? അതന്നെ ഇവിടെ സംഭവിക്കും. ഉദയനിധിയെ വിജയ് വെട്ടും. വിജയ് വെട്ടും. മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ 2 തോൽവി വരുമ്പം പിന്നെ മറ്റേ അയാൾ കരുണാനിധി നിലനിർത്തി നോക്കണ്ട. ഈ അതിൽ ആളുകൾ അതിനെ കുറച്ചുകൂടി ബുദ്ധിജീവികളൊക്കെ ഉള്ള ഒരു പാർട്ടിയാണത്. ആ ബുദ്ധിജീവികളെ പല വെട്ടി നിർത്തിയിട്ടുണ്ട്. അവരെല്ലാം കൂടി പുറത്ത് വരും. അല്ല, അത് രണ്ടായി മാറും. പിന്നെ ഓൾറെഡി മറ്റേ പാർട്ടി MGRന്റെ പാർട്ടി ഇപ്പം ADMK ചത്ത് നോക്കുമ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പം എന്ത് സംഭവിക്കും? അവിടെ സ്പ്ലിറ്റ് വരും. അപ്പോൾ അത് സ്വാഭാവിക വിജയുടെ സ്പ്ലിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ, കുറെ ആളുകൾ വിജയ്ക്ക് 2 ഭാഗത്തും കിട്ടും. പിന്നെ വിജയുടെ ഫാൻ ബേസും ഉണ്ടല്ലോ. അങ്ങനെയാണ് സാർ. പിന്നെ വിജയനെ സഹായിക്കാൻ ഈ പറഞ്ഞ ഇവാഞ്ചലിക്കൽ ഈ പറഞ്ഞ ടീം, ഈ പറഞ്ഞ മുസ്ലിം സംഭവങ്ങൾ ഇവരൊക്കെ ഉണ്ട്. അതതിൻ്റെ സപ്പോർട്ടും കിട്ടും. അപ്പം അതങ്ങനെ വരും. അപ്പോഴത്തെ അണ്ണാമല ഈ രജനീകാന്തിൻ്റെ ഒക്കെ രാഷ്ട്രീയവാദത്തോട് കൂടിയിട്ട് നാഷണലിസ്റ്റ് ലൈനിൽ പോകും. അങ്ങോട്ടാണ് പോകാൻ സാധ്യത. ഇവൻ അവസാനത്തെ രാജാവാകും മിക്കവാറും ഉദയനിധി. അതാണ് അവസ്ഥ. അപ്പോൾ ഈ ഉദയനിധി രാഷ്ട്രീയത്തിലേക്ക് തൻ്റെ പിൻഗാമിയായിട്ട് വരുമ്പോൾ ഇത് മുന്നേ സിനിമ അഭിനയമൊക്കെ തുടരുമോ? അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് നമുക്ക് കാണാൻ പറ്റുമോ? അല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണം. ഇത് നമ്മളെ ഇയാളുണ്ട് ഡൂഡ് പറഞ്ഞ പോലെ ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. അഭിമാനൻ്റെ ഈ പറയുന്ന അയൺ ഫേസുമായിട്ട് പോകുക. ശരിയോ? മറ്റേ സ്ഥലത്ത് കണ്ടില്ലേ വടിവേലിൻ്റെ കൂടെയുള്ള സിനിമയിൽ വടിവേലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് ചേർക്കുമോ? ഇതാണ് എൻ്റെ അഭിനയം. ഈ 3 ഭാവമേ അവൻ്റെ മുഖത്ത് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതി ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. കാരണം മാന്ത്രിക സംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഒന്നിനും സമയമില്ലാതെ ലോലവികാരങ്ങളില്ലാതെ പരുക്കനായി പോയ ചെറുപ്പക്കാരെ. മറ്റ് സിനിമകൾ ഞാൻ നോക്കി, എല്ലാത്തിനും ഒരേ ഭാവമേ ഉള്ളൂ. അഭിനയിക്കാനൊന്നും അറിയത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ അഭിനയിച്ച് പോകുന്നത്, നടികൾക്ക് അഭിനയിച്ച് പോകുന്നു. പക്ഷേ അഭിനയം തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതിപ്പോൾ മെയിൻ സ്റ്റാറായിട്ടൊന്നും പറ്റില്ല. അങ്ങനെ അച്ഛനും അമ്മാവനും വില്ലനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരെ ഭാവിയിൽ മുഖ്യമന്ത്രി ഒരു ടൈമോ 2 ടൈമൊക്കെ ചിലപ്പോൾ ആവും. അതോടുകൂടി കാര്യങ്ങൾ തീരുമാനമാവും.
പിന്നെ അതിലേക്ക് അടുത്ത ഇയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്തോ അറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. അയാൾ കല്യാണം കഴിച്ചത് അതെങ്കിലും അങ്ങനെ കൊള്ളാവുന്ന ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ മെറ്റലുള്ള ആളെ കല്യാണം കഴിക്കണം. അങ്ങനെയാണ് അത് നമുക്കത് ചർച്ച ചെയ്യണ്ട. അല്ലാതെ അതല്ല ഞാൻ പറഞ്ഞു. അപ്പം തലമുറ കൈമാറി ഇങ്ങനെ അത് വരും, അതാരെങ്കിലൊക്കെ വരും. അല്ലെങ്കിൽ ഇവരെക്കാർക്കൊക്കെ മക്കളുണ്ടാവുമല്ലോ. ഒരു വിട്ടുകൊടുക്കില്ലല്ലോ. അധികാരത്തിന് അങ്ങനെ സ്വഭാവമുണ്ട്. ശരി, നിങ്ങളങ്ങനെ ചെയ്തോ, പിന്നെ വലിയ ഇനി ഈ പറയുന്ന ഇന്ദിരാഗാന്ധിനെ നെഹ്റുവിനെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. ഇവരെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ ഇവർ ഐഡിയോളജിക്ക് ഒരു വിലയില്ലെന്ന് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇവരെയൊക്കെ എന്തിനാ ആളുകൾ ബഹുമാനിക്കുന്നത്? ഒരു ഐഡിയോളജിക്ക് വില കൊടുത്തോണ്ടാണ്. ഇവരതിൽ നിന്ന് മാറി സംഭവിക്കുന്നത് ചെയ്യും. പിന്നെ ഇവരെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഐഡിയോളജി ബേസ്ഡായ സംഘടനകളെല്ലാം വലിയ ക്രൈസിസിലാണ്. കോൺഗ്രസിന് വലിയ ക്രൈസിസ് ഇല്ലാതെ പ്രത്യേകിച്ച് ഐഡിയോളജി ഒന്നും ഇല്ലല്ലോ. നെഹ്റു പണ്ട് അന്നും ഇന്നും അതല്ലേ. അതുകൊണ്ട് അവരിപ്പോഴും മോസ്റ്റ് മോഡേൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം ബി ജെ പി വേറെ ലൈനാണ്. ബി ജെ പി ഒരു ഐഡിയോളജിക്കൽ ലൈനാണ്. അപ്പോൾ ഐഡിയോളജിക്കൽ അവർ ഈ പറയുന്നതിന് അതിൽ മക്കൾ ഭരണത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ RSS കറക്റ്റ് ചെയ്തു. എന്നാൽ പിന്നെ കറക്റ്റ് ചെയ്ത് RSS ഉള്ളവണെങ്കിൽ നടന്നു പോയിക്കോളൂ. കോൺഗ്രസ് ഇങ്ങനെയാണ്, അവർ ഡിക്ലെയർഡാണ്, ഞങ്ങളുടെ പൊസിഷൻ ഇതാണ്, ഇതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം ഈ ഐഡിയോളജി ബേസ് ഐഡിയോളജി തുറന്ന ഐഡിയോളജിയും തത്വം പറയുന്ന ആളുകൾ മൊത്തം പ്രശ്നത്തിലാണ്. ഓരോ പ്രശ്നങ്ങളൊക്കെ എന്തായി തീരും എന്നുള്ളത് നമുക്ക് നോക്കാം.